മൂകാംബികയിൽ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുൻപിലായി ഒരു വലിയ ദീപസ്തംഭം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അത് വെറും ഒരു ദീപസ്തംഭം മാത്രമല്ല, അതിന് ചില പ്രത്യേകതകളുമുണ്ട്. ക്ഷേത്രം തന്ത്രിയായ ശ്രീ സുബ്രഹ്മണ്യ അടികയാണ് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നത്. ഈ ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ ഗണപതിയെ വന്ദിച്ചാണ് തുടങ്ങുക പതിവ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഷടാധാരങ്ങളും ഇതിൽ കാണാം. ദീപസ്തംഭം ഉറപ്പിച്ചിരിക്കുന്നത് കൂർമ്മപീഠത്തിലാണ്. അതിനു മുകളിലായി അഷ്ടഗജങ്ങളും നാഗങ്ങളുമുണ്ട്. ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാരമേറ്റുന്ന താങ്ങുകളായിട്ടാണ് ഇവയെ സങ്കല്പിക്കുന്നത്. സ്തംഭത്തിന് താഴെയായി ഒരു ആനയുടെ മുകളിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നു. മൂലാധാരത്തിൻ്റെ അധിപനായാണ് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മോക്ഷമാർഗത്തിലേക്കുള്ള വിഘ്നങ്ങൾ നീങ്ങുന്നതിനാണ് ഈ ഗണപതിയെ ഇവിടെ വണങ്ങുന്നത്. സ്തംഭത്തിൻ്റെ ഏറ്റവും മുകളിൽ സഹസ്രാരപത്മത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയും കാണാം. ദീപസ്തംഭത്തിൻ്റെ ഏറ്റവും മുകളിൽ തെളിയുന്ന ദീപം നമ്മുടെ ശിരോമധ്യത്തിലെ ആത്മീയ ഔന്നത്യമായ സഹസ്രാരപത്മത്തെയാണത്രേ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മൂകാംബിക ക്ഷേത്രമുറ്റത്തെ ഈ ദീപസ്തംഭത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു വിളക്കല്ല, മറിച്ച് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ആത്മീയ രൂപം തന്നെയാണ്. കുണ്ടലിനി ശക്തിയെ ഉണർത്തി മൂലാധാരത്തിലെ ഗണപതിയെ വണങ്ങി സഹസ്രാരപത്മത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സൂചനയാണിത്. ഈ ദീപസ്തംഭം കാണുന്ന മാത്രയിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ പ്രകാശം തിരിച്ചറിയണമെന്നാണ് ഇതുപോലുള്ള പ്രതീകങ്ങളിലൂടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. ഇതിൽ നാദദീപം തെളിയിക്കുന്നതും ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ്. അതുപോലെ മൂകാംബിക ക്ഷേത്രത്തിൽ ഗണപതിക്ക് പൊതുവെ പ്രാധാന്യവും കൂടുതലാണ്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തുമായും ഗണപതി പ്രതിഷ്ഠകളുണ്ട്.